ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാൻ ഡെ ഗ്രാഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ജനറേറ്റർ ആണ് അഥവാ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ജനറേറ്റർ ആണ്. ഇതാണ് ഒരു വോൾട്ടേജ് ജനറേറ്റർ ആണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഹൈ വോൾട്ടേജ് ജനറേറ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക് ഹൈ വോൾട്ടേജ് ജനറേറ്റർ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്? നമ്മൾ പഠിക്കുന്നതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എല്ലാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്വയം മൂവ് ചെയ്യാത്ത ചാർജസ്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മൂവ് ചെയ്യുന്ന ചാർജസ് ആണ് എന്ത്? കറണ്ട്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഹൈ വോൾട്ടേജ് ജനറേറ്റർ ആണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ ഏറ്റവും ആദ്യം ഇതേപോലുള്ള മെഷീൻസിനെ പറ്റിയും മറ്റും നമ്മൾ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് അത് എന്താണ് എന്നാണ്. അങ്ങനെ ആദ്യം എഴുതേണ്ടത് അത് എന്താണ് എന്ന് എഴുതണം. അതിനുശേഷം അതിൻ്റെ എയിം എഴുതണം, പിന്നെ പ്രിൻസിപ്പിൾ, പിന്നെ കൺസ്ട്രക്ഷൻ, പിന്നെ അതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൻ്റെ എയിം എന്താണ്? ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ. വെറും ഹൈ പൊട്ടൻഷ്യൽ അല്ല, വെരി ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനായിട്ട് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്? ഫോർ ആക്സിലറേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ടു ഹൈ സ്പീഡ്. ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ഹൈ സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഹൈ പൊട്ടൻഷ്യലിൻ്റെ ആവശ്യമുണ്ടാകും. അവിടെ നമ്മൾ എന്താ ചെയ്യുക? ഈ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ കൊണ്ടുവച്ചാൽ മതി. അവിടെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അങ്ങനെ അവിടെ ഒരു ചാർജിനെയും മറ്റും നമുക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ എയിം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൻ ഡെ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അടുത്തതാണ് പ്രിൻസിപ്പിൾ. എന്താണ് പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ വാൻ ഡെ ഗ്രാഫ് എന്തൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വാൻ ഡെ ഗ്രാഫ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റത്തെ കാര്യം, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഓൺ ദ സർഫസ് ഓഫ് സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെൽ. അതായത് സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് സെല്ലുണ്ടെങ്കിൽ, ഒരു സ്ഫെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെല്ലുണ്ട് എങ്കിൽ നമ്മൾ ഇവിടെ ഒരു ചാർജ് കൊടുത്താൽ, ഒരു 30 ചാർജൊക്കെ ഇങ്ങനെ നമ്മൾ വാരി വിതറി കൊടുത്താൽ എന്ത് പറ്റും? വാരി വിതറുകയല്ല, നമ്മളിങ്ങനെ വേറൊരു കണ്ടക്ടർ വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്താൽ ഇതിവിടെ തന്നെ നിൽക്കത്തില്ല, ഇതിവിടെ ഫുൾ സ്പ്രെഡ് ആവും. അതിന് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ പോസിറ്റീവ് ചാർജസ് എല്ലാം ഇവിടെ ഇങ്ങനെ വന്ന് സ്പ്രെഡ് ആവും. യൂണിഫോമിൽ ആ സർഫസിൽ വന്ന് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് കാണാം. ഓക്കെ, ചാർജസ് ഇങ്ങനെ വന്ന് സ്പ്രെഡ് ആവും. അതാണ് ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിളും നമ്മൾ ഇവിടെ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൽ യൂസ് ചെയ്യും. ഇവിടുത്തെ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിൽ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യം ഇതാണ്. അതിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കുന്നത്. അടുത്തത് ഷാർപ്പ് പോയിൻറ്റഡ് സർഫസസ് ഹാവ് ലാർജ് ചാർജ് ഡെൻസിറ്റി കൂടുതലാണ്. ക്യാൻ ബി യൂസ്ഡ് ടു സെറ്റ് എ ഡിസ്ചാർജിങ് ആക്ഷൻ. അത് നോക്കണ്ട, വേറൊന്നുമില്ല, ചാർജ് ഡെൻസിറ്റി കൂടുതലാണ് ഷാർപ്പ് എഡ്ജസിൽ. അതായത് ഇവിടെ നമ്മൾ നോക്കിയേ, ഈ വാൻ ഡെ ഗ്രാഫ്, താഴത്തെ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഒന്ന് നോക്കണേ. അതായത് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ, വേറെ കളർ യൂസ് ചെയ്യാം. നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സാധനം കണ്ടോ? ഇവിടെ ഈ സാധനം, ഇതിന് നമ്മൾ ബ്രഷ് എന്ന് പറയും. എന്താണ്? മെറ്റൽ ബ്രഷാണ്. മെറ്റൽ ബ്രഷിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, മെറ്റൽ ബ്രഷ്. ഓക്കെ, മെറ്റൽ ബ്രഷ്, അതിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ നല്ല കൂർത്താണ് ഇരിക്കുന്നത് അല്ലേ? വളരെ കൂർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വല്ല ചാർജസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ചാർജസ് ഇങ്ങനെ മറ്റും കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം കൂടി ചേർന്ന് ഷാർപ്പ് എഡ്ജിൽ വന്ന് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ഷാർപ്പ് എഡ്ജസിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഷാർപ്പ് എഡ്ജസിൽ കൂടുതൽ ചാർജസ് വന്ന് നിൽക്കും. ഇതാണ് ഷാർപ്പ് എഡ്ജസിൽ കൂടുതൽ ചാർജസ് വന്നിങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി അഥവാ ചാർജ് ഡെൻസിറ്റി ഷാർപ്പ് അല്ലെങ്കിൽ പോയിൻറ്റഡ് സർഫസസിൽ കൂടുതലാണ്. കാരണം അവിടെ വന്ന് ചാർജ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്.
വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിന് ഒരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്, അത് ഇതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. ഒന്നുമില്ല, അകത്തൊരു സ്ഫിയർ ഉണ്ടെന്ന് വയ്ക്കാം, പുറത്ത് വേറൊരു സ്ഫിയർ ഉണ്ട്. ഓക്കെ, അകത്തൊരു സ്ഫിയർ ഉണ്ട്, പുറത്ത് വേറൊരു സ്ഫിയർ ഉണ്ട്. അകത്തെ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ, അകത്ത് ചാർജ് ഉള്ള ഒരു സ്ഫിയറാണ് അകത്ത് വെച്ചേക്കണേന്ന് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാനൊരു വയർ കൊണ്ട് രണ്ടിനെ കണക്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? കണ്ടക്റ്റിംഗ് വയറാണ്. അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാവരും കൂടെ ഇതുവഴി കയറി എവിടെ വരും? ആ വലിയ മെറ്റൽ സ്ഫിയറിൻ്റെ അവിടെ ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ വന്ന് നിൽക്കോ? ഇല്ല, അതിങ്ങനെ യൂണിഫോംലി സ്പ്രെഡായി കൊണ്ടിരിക്കും. എത്ര നേരം വരെ സ്പ്രെഡാവും? ഇവിടുത്തെ പൊട്ടൻഷ്യലും ഈ കുഞ്ഞു സ്ഫിയറിലെ പൊട്ടൻഷ്യലും ഈ വലിയ സ്ഫിയറിലെ പൊട്ടൻഷ്യലും ഈക്വൽ ആകുന്നത് വരെ ഇവിടെ നിന്നും, അതായത് ഈ കുഞ്ഞു സ്ഫിയറിൽ നിന്നും ചാർജസ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, നമ്മുടെ കുഞ്ഞു സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ ഇത്രയാണെന്ന് വയ്ക്കാം, ഒരു 4 വോൾട്ട് ആണെന്ന് വയ്ക്കാം. എത്ര വോൾട്ട്? ഒരു 4 വോൾട്ടേജാണ് നമ്മുടെ കുഞ്ഞു സ്ഫിയറിൻ്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുഞ്ഞു സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ 4 ആണെന്ന് വയ്ക്കാം. എങ്കിൽ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മളൊരു ഒരു മെറ്റൽ വയർ കൊണ്ടിങ്ങനെ കണക്ട് ചെയ്തേക്കുകയാണ്, രണ്ടുപേരെയും ഒരു മെറ്റൽ വയർ കൊണ്ടിങ്ങനെ കണക്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ ചാർജസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത് കാണാം അല്ലേ? അപ്പോൾ എന്താ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 4 എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാരണം ഇവിടുന്ന് ചാർജസ് എങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്? ആ വലിയ സ്ഫിയറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ കുറഞ്ഞ് ഇവിടെ ഒരു 2 വോൾട്ട് ആവും. ഈ 4 കുറഞ്ഞ് ഒരു 2 വോൾട്ടായി മാറും. അപ്പോൾ എന്താ, ഇവിടെ നിന്ന് ഇങ്ങനെ ചാർജസ് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ? അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതോറും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ കൂടിക്കൊണ്ടേയിരിക്കുക വലിയ സ്ഫിയറിൽ. അതിങ്ങനെ കൂടി ആദ്യം 0 ആയിരുന്നു, ആദ്യത്തെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? 0 ആയിരുന്നു. 0യിൽ നിന്നും കൂടി 2 ആയി വരും. ഇവിടെ കുറഞ്ഞ് ഈ കുഞ്ഞു സ്ഫിയറിൽ കുറഞ്ഞ് 2 ആവും. അപ്പോൾ രണ്ടും എന്ത് പറ്റും? ഈക്വൽ ആവും. ഒരു സമയം എത്തുമ്പോൾ ഇതും 2 ആവും, ഇതും 2 ആവും. അകത്തെ സ്ഫിയറും 2 ആകും, പുറത്തെ സ്ഫിയറും എന്ത് പറ്റും? 2 ആകും. അപ്പോൾ എന്താ, ഇനി ചാർജസ് ഫ്ലോ ചെയ്യോ? ഇല്ല. എപ്പോഴും ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലോട്ട് മാത്രമേ ചാർജസ് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇവിടുത്തെ ഹൈ പൊട്ടൻഷ്യൽ ഏതായിരുന്നു? ഇവിടുത്തെ ഹൈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ചെറിയ സ്ഫിയർ ആയിരുന്നു. കുഞ്ഞു സ്ഫിയർ, സ്മോൾ സ്ഫിയറിലെ പൊട്ടൻഷ്യലാണ് കൂടുതലായിരുന്നത്. എത്രയായിരുന്നു? 4 ആയിരുന്നു. ഇവിടെ ആദ്യം 0 ആയിരുന്നു. ഏത്? അതായത് ലാർജ് സ്ഫിയറിലുള്ള പൊട്ടൻഷ്യൽ. അതാണ് കൂടി എന്തായി മാറിയത്? 2 ആയി മാറിയത്. ഇവിടെയാണെങ്കിലോ 4 കുറഞ്ഞ് 2 ആയി മാറി. അപ്പോൾ രണ്ടും എന്ത് പറ്റും? ഈക്വലായി മാറി. അപ്പോൾ നമ്മളിനി കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കേണ്ടത് അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഒരു മെറ്റൽ സ്ഫിയർ ആണ്. ഇതാണ് ഒരു മെറ്റൽ സ്ഫിയർ. ഈ മേളിൽ കാണുന്ന ഇത്രയും ഭാഗമില്ലേ, അതാണൊരു മെറ്റൽ സ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വച്ച് നിർത്തണം. ഇത് ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്, അതിൽ വച്ച് നിർത്തണം. ഏതിനെ? ഇവിടുത്തെ ഈ മെറ്റൽ സ്ഫിയറിനെ. ഓക്കെ, അങ്ങനെ വച്ച് നിർത്തിയിരിക്കുന്നതാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ദ എൻഡ്ലെസ് ബെൽറ്റ് ബി എന്ന് പേരുള്ള, അല്ലെങ്കിൽ ബി എന്ന് നമ്മൾ എഴുതുന്ന ഒരു ബെൽറ്റ് ആവശ്യമാണ്. എന്താണ് ബെൽറ്റ്? ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ പോയിരിക്കുന്ന ഒരു സ്ഥലം കാണാം. ഇത് കണ്ടോ? ആ യെല്ലോ കളർ നോക്കുക, കണ്ടോ? ഇങ്ങനെ പോയിരിക്കുന്നത് എൻഡ്ലെസ് ബെൽറ്റ്, അതായത് ഇങ്ങനെ യോജിപ്പിച്ചൊരു ബെൽറ്റ്, അതും ആവശ്യമാണ് നമ്മുടെ വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിന്. ഓക്കെ, മെയ്ഡ് ഓഫ് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ സച്ച് ആസ് റബ്ബർ,
passes over the vertical pulleys P1 and P2. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇങ്ങനെ വേണം പറയാൻ. ഓക്കെ, ഒരു ബെൽറ്റ് വേണം. ആദ്യം എന്താ വേണ്ടത്? ഒരു മെറ്റൽ സ്ഫിയർ വേണം, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് വേണം, പിന്നെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു എൻഡ്ലെസ് ബെൽറ്റ് ബി വേണം. ഏത് ലെറ്റർ ബി? സ്മോൾ ലെറ്റർ ബി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, ഇവിടെ സ്മോൾ ലെറ്റർ ബി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ആ ബെൽറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ബെൽറ്റിനെ ഇങ്ങനെ നിവർത്തി നിർത്തുന്നത് 2 പുള്ളീസാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ കപ്പിയില്ലേ, കപ്പിയും കയറും, അതിൽ കപ്പിയില്ലേ, കപ്പി ഇങ്ങനെ നമ്മൾ വെള്ളം കോരാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലത്തെ 2 കപ്പിയാണ് ആവശ്യം. കപ്പി എന്ന് പറഞ്ഞാൽ വലിയ കപ്പിയൊന്നുമല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഒരു കുഞ്ഞ് കപ്പി. മീൻസ് നമുക്ക് നമ്മുടെ ആ വാൻഡഗ്രാഫിൻ്റെ വലിപ്പത്തിനുള്ള ചെറിയൊരു കപ്പിയാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ അതാണ് അതിനെ പുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി P1ഉം P2 അങ്ങനെ 2 പുള്ളീസ് വേണം. P1 നമുക്ക് താഴത്തെ പുള്ളീനെ P1 എന്നും മേളത്തെ ഈ പുള്ളീനെ P2 എന്നും പറയാം. ഓക്കെ, ഇത് P1, ഇത് P2. ഓക്കെ, അങ്ങനെ 2 പുള്ളീസ് വേണം. ഓക്കെ, അത് മാത്രം പോരാ. ഇനി പുള്ളി P2 ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് മെറ്റൽ സ്ഫിയർ ആൻഡ് ദ പുള്ളി P1 അതിൽ പറഞ്ഞേക്കുന്നതാണ് ഇപ്പോൾ വായിച്ചത്. പുള്ളി P2 is at the center of the metal sphere and പുള്ളി P1 is vertically below P1. അതായത് vertically below P1. ഓക്കെ, അതായത് P2 എന്ന് പറയുന്നത് ഈ മെറ്റൽ സ്ഫിയറിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ മെറ്റൽ സ്ഫിയർ, ഈ മെറ്റൽ സ്ഫിയറിൻ്റെ തൊട്ട് നടുക്ക്, കറക്റ്റ് നടുക്കായിട്ട് വേണം ഈ പുള്ളി വയ്ക്കാൻ. P2 എന്ന് പറയുന്ന പുള്ളി മെറ്റൽ സ്ഫിയറിൻ്റെ ഒത്ത നടുക്ക് വയ്ക്കണം. ഓക്കെ, P2 എന്ന് പറയുന്ന പുള്ളി, P2 എന്ന് പറയുന്നത് ഈ പുള്ളി കറക്റ്റ് ഈ മെറ്റൽ സ്ഫിയറിൻ്റെ ഒത്ത നടുക്ക് വയ്ക്കണം. P1 എന്ന് പറയുന്ന പുള്ളി ഇതേ അതിന് നേരെ താഴെ വേണം വയ്ക്കാൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ പറയുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി ഫുൾ പറയേണ്ടി വരും. ഓക്കെ, അടുത്തത് The belt is run by an electric motor M. M എന്ന പേരുള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ. ഇത് നമ്മൾ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ സിമ്പിൾസ് എം, ഈ ലെറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ M എന്ന് പറയുന്നത് ഒരു മോട്ടറാണ്. നമുക്കറിയാവുന്നൊരു മോട്ടറാണ്, അതായത് കറക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മോട്ടർ. ആ മോട്ടറുമായിട്ട് ഈ P1 ഇങ്ങനെ കണക്ട് ചെയ്യണം. ഓക്കെ, മോട്ടറിനെ Pയുമായിട്ട്, ഈ മോട്ടറിനെ Pയുമായിട്ട്, അതായത് P1 പുള്ളിയുമായിട്ട് കണക്ട് ചെയ്യണം. അടുത്തത്, അപ്പോൾ അത് M എന്ന് പറയുന്നത് മോട്ടറാണ്. അടുത്തത് പറയുന്നത് B1 ആൻഡ് B2 ആർ 2 മെറ്റൽ ബ്രഷസ് കോൾഡ് കളക്റ്റിംഗ് കോംബ്സ്. എന്താണ്? കളക്റ്റിംഗ് കോംബ്സ് എന്ന് പേരുള്ള 2 ബ്രഷസാണ്. എന്താ? മെറ്റൽ ബ്രഷസാണ് B1ഉം B2. എന്താണ് അതിൻ്റെ പേര്? കളക്റ്റിംഗ് കോംബ്സ്. ഞാൻ ആദ്യം പറഞ്ഞു ആ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഷാർപ്പ് എഡ്ജസിലാണ് ചാർജ് ഡെൻസിറ്റീസ് കൂടുതലെന്ന്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ പറഞ്ഞ ആ മെറ്റൽ ബ്രഷ് തന്നെയാണ് ഇവിടെയും. മെറ്റൽ ബ്രഷ് 2 എണ്ണം വേണം. ഒന്ന് B1ഉം ഒന്ന് B2. ഒന്ന് B1ഉം ഒന്ന് B2. ഇത് B1 ആണ്, ഫിഗറിൽ തെറ്റിച്ചാൽ കൊടുത്തേക്കുന്നത്. B1 ആണ്. ഓക്കെ, B1 ആണ്, ഇത് B2. ഓക്കെ, അത് തിരുത്തി തന്നെ എഴുതാം. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ അറിയാലോ എന്താണ്? ഒരു മെറ്റൽ സ്ഫിയർ വേണം. ഓക്കെ, അതിനെ ഒരു മെറ്റൽ സ്ഫിയർ വേണം, അത് വയ്ക്കാനായിട്ടൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് വേണം. പിന്നെ എന്താണ്? ഒരു എൻഡ്ലെസ് ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് റബ്ബർ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം, കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആവാൻ പാടില്ല. ഇൻസുലേറ്റിംഗ് ബെൽറ്റ്, ഫോർ എക്സാമ്പിൾ റബ്ബർ ബെൽറ്റ് ആയിരിക്കണം. അടുത്തത് 2 പുള്ളീസ് ഉണ്ട്. P1 താഴെയും P2 മേളിലും. P2ൻ്റെ പ്രത്യേകത കറക്റ്റ് ഈ മെറ്റൽ സ്ഫിയറിൻ്റെ ഒത്ത നടുക്കായിരിക്കണം. P1നെ കണക്ട് ചെയ്തുകൊണ്ടൊരു മോട്ടറുണ്ട്. ആ മോട്ടർ വെച്ചിട്ട് ഈ പുള്ളിയെ കറക്കും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 ബ്രഷസ് ഉണ്ട്. ആ ബ്രഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കളക്റ്റിംഗ് കോംബ്സ്.
അതിന് എന്തുകൊണ്ടാണ് ആ പേര് വീണത്, കളക്റ്റിംഗ് എന്നുള്ള പേര് വീണത് എന്താണ്, അതൊക്കെ നമ്മൾ വർക്കിങ്ങിൽ പറയും. ഓക്കെ, ഇനി നമ്മൾ വർക്കിംഗ് ആയിരിക്കും പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിയറി പഠിക്കും. ഓക്കെ, വർക്കിംഗ് നോക്കാം. വർക്കിംഗ്, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കാം. ദ പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ഈസ് കണക്റ്റഡ് ടു കോംബ് B1. കോംബ് B1-ഉമായിട്ടാണ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു ഫിഗറിൽ വരച്ചിരിക്കുന്ന B1 ഒന്ന് തെറ്റാണ്. അതായത് ഇത് B1 ആണ്, B2 ആണ് എഴുതിയിരുന്ന B1 ആണ്. ഓക്കെ, B1. അപ്പോൾ ഈ B1-ഉമായിട്ട് ഇവിടെ ഇതെന്ന് പറയുന്ന ഒരു ബാറ്ററിയാണ് കേട്ടോ. ഇതൊരു വലിയൊരു ബാറ്ററിയാണ്. നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി ഉണ്ട് അത്. ആ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും B1-ലോട്ടൊരു കണക്ഷൻ ഇങ്ങനെ പോയിക്കുവാണ്. ഓക്കെ, പോസിറ്റീവ് ടെർമിനലിൽ നിന്നും B1-ലോട്ടൊരു കണക്ഷൻ. അതെവിടെ ചെന്ന് അവസാനിച്ചത്? B1 ആയ ബ്രഷ് B1, അതായത് കളക്റ്റിംഗ് കോമ്പായ B1-ലാണ് വന്ന് അവസാനിച്ചത്. ഓക്കെ, അങ്ങനെ വന്ന് അവസാനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാം എവിടെ വന്ന് ചേരും? ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജസ് എല്ലാം എവിടെ വന്ന് ചേരും? ഈ ബ്രഷിൽ വന്ന് ചേരും. ഇവിടെ എല്ലാം പോസിറ്റീവ് ആവും. ഓക്കെ, ബ്രഷിൽ എല്ലാം പോസിറ്റീവ് ചാർജസ് വന്നിങ്ങനെ അടിയും. ആ ചാർജ് എവിടെ വന്ന് കയറും? നമ്മുടെ ബെൽറ്റിൽ വന്ന് കയറും. ബാക്കി സെൻറ്റൻസ് വായിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജസ് നിൽക്കുവാണ് ഇവിടെ. എവിടെയാണ് നിൽക്കുന്നത്? ഈ ബ്രഷിൻ്റെ അവിടെ പോസിറ്റീവ് ചാർജസ് നിൽക്കുകയാണ്. അതെങ്ങോട്ട് കയറും? ബെൽറ്റിലോട്ട് കയറും. ഓക്കെ, Due to the action of points, positive charges are sprayed on the portion of the belt in front of comb B1. അപ്പോൾ കോംബ് B1-ൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള, കോംബ് B1 എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന് തൊട്ട് ഫ്രണ്ടിലുള്ള ബെൽറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോഴെന്ത് പറ്റും? ഇവിടെ നിന്നും പോസിറ്റീവ് ചാർജസ് സ്പ്രേ ചെയ്ത് വിട്ടുകൊടുക്കും. ഇവിടെ നിന്നും പോസിറ്റീവ് ചാർജസ് എല്ലാം സ്പ്രേ ചെയ്ത് വിട്ടുകൊടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജസ് എങ്ങോട്ടേക്ക് ചാടും? നമ്മുടെ ബെൽറ്റിലോട്ട് ചാടും. അങ്ങനെ എന്ത് പറ്റും? ബെൽറ്റിൽ ഫുൾ പോസിറ്റീവ് ചാർജ് കിട്ടും. ആ ബെൽറ്റാണ് കറങ്ങുന്നത്. അല്ലാതെ നോക്കി, അപ്പോൾ ബെൽറ്റിൽ ഇപ്പോൾ എന്ത് കിട്ടിക്കഴിഞ്ഞു? നമ്മുടെ ചാർജ് എവിടെ എത്തിക്കഴിഞ്ഞു? ബെൽറ്റിൽ എത്തിക്കഴിഞ്ഞു ആണല്ലോ. അപ്പോൾ ബെൽറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുക നോക്കാം. The charges are carried by the belt upwards as it runs. അതായത് ഞാൻ പറഞ്ഞു ബെൽറ്റിനെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയെ കണക്ട് ചെയ്തൊരു മോട്ടറുണ്ട് അല്ലേ. ആ മോട്ടർ എന്ത് ചെയ്യും? വർക്ക് ചെയ്യുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. പുള്ളി എങ്ങനെ കറങ്ങുന്നേ? പുള്ളി ഇത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. നമ്മളെങ്ങനെയാണ് മോട്ടർ കണക്ട് ചെയ്യുന്നത് അതനുസരിച്ച്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങും. അങ്ങനെ കറങ്ങുമ്പോൾ എന്ത് പറ്റും? ബെൽറ്റും കൂടെ കറങ്ങാനായിട്ട് തുടങ്ങും. ബെൽറ്റ് ഇങ്ങനെ കറങ്ങി പോകും. അപ്പോൾ ബെൽറ്റ് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് എന്ത് പറ്റും? അതിലൊട്ടിപ്പിടിച്ച ചാർജസ് ഉണ്ടല്ലോ, നേരത്തെ സ്പ്രേ ചെയ്തപ്പോൾ ഒട്ടിപ്പിടിച്ച കുറേ ചാർജസ് ഇവിടെ ഉണ്ട്. ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ബെൽറ്റാണ്. അപ്പോൾ എന്ത് പറ്റും? ആ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല, അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ എന്ത് പറ്റും? ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പോസിറ്റീവ് ചാർജസും കൂടെ മൂവ് ചെയ്ത് എവിടെ എത്തും? ദേ ഇവിടെ എത്തും. ഓക്കെ, ആ ഫിഗർ കാണുക, അപ്പോൾ മനസ്സിലാകും. കണ്ടോ? ഇതിങ്ങനെ പോയി ഇവിടെ എത്തും. ചാർജാണ് മൂവ് ചെയ്യുന്നത് അല്ല, ആ ബെൽറ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പുള്ളിയുടെ സഹായത്തോടു കൂടി എവിടെ എത്തി? ഇവിടെ എത്തി. ചാർജസ് ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ കളക്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? ബ്രഷ് B2 ഉണ്ട്. കളക്റ്റിംഗ് കോമ്പായ ചീപ്പ് തന്നെ, കോമ്പ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുണ്ട്? B2 ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സെൻറ്റൻസ് വായിച്ച് പോകാം. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജസ് അപ്പിയേഴ്സ് ഓൺ ടീത്ത് B2 ബൈ ഇൻഡക്ഷൻ ഫ്രം ബെൽറ്റ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നും. ഓക്കെ, ഞാനിവിടെ സെപ്പറേറ്റ് വരച്ച് പറഞ്ഞുതരാം. ഇവിടെ നോക്കുമ്പോൾ
ഇത് P2 ഞാൻ വരച്ചേക്കുന്നത് P2 വരച്ചിട്ടുണ്ട്. ആ യെല്ലോ കളറിൽ വരച്ചേക്കുന്നത് ബെൽറ്റാണ്. P2 പുള്ളി P2 ആണ്. റെഡ് കളറിലെ വലിയ സ്ഫിയർ പുറത്തെ സ്ഫിയറാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറിൽ വരച്ചേക്കുന്നത് ബ്രഷ് B2 ആണ്. ഓക്കെ, അപ്പോൾ ഈ B2 എന്ന് പറയുന്നത് ഈ ബെൽറ്റിനെ ടച്ച് ചെയ്യുന്നില്ല. അതിന് പകരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് പകരം സംഭവിക്കാൻ പോകുന്നത് ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഗ്രീൻ കളർ പോസിറ്റീവ് ചാർജ് ഇല്ലേ, അതവിടെ നിൽക്കുന്നത് കാരണം ഈ ബ്രഷിൻ്റെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഒന്നല്ല, അവിടെയൊക്കെ എന്ത് പറ്റും, ഒരു നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്താ, ഇൻഡക്ഷൻ അല്ലേ, ഇൻഡക്ഷൻ പഠിച്ചിട്ടുള്ളതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് രണ്ട് സർഫസ് ഉണ്ട്, ഇത് ഫുൾ പോസിറ്റീവ് ചാർജിൽ നിൽക്കുകയാണ്. അതിനെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് പറ്റും, ഇവിടെ എല്ലാം നെഗറ്റീവ് ചാർജായി മാറും. അതാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഒരു സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ വേറൊരു സ്ഫിയറും കൂടെ അടുത്ത് കൊണ്ടുവന്നാൽ അതെന്താവും, നെഗറ്റീവായി മാറുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ബെൽറ്റിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിലും ഇൻഡക്ഷൻ വഴി എന്ത് പറ്റും, ഇൻഡക്ഷൻ വഴി ഇവിടെ നോക്കിയേ B2, ഇൻഡക്ഷൻ വഴി ബെൽറ്റിൽ ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ചാർജ് ഏതാണ്, പോസിറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഏതാണ്, നെഗറ്റീവ്. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്തിരുന്നതെങ്കിൽ, അതായത് ഇവിടെ നെഗറ്റീവാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് ബ്രഷിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായേനെ. പക്ഷേ ഇവിടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് പോസിറ്റീവ് ചാർജാണ്. ബെൽറ്റ് വഴി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ, ബ്രഷിൻ്റെ അവിടെ എന്ത് പറ്റും, നെഗറ്റീവ് ചാർജസ് ഇൻഡക്ഷൻ വഴി ഉണ്ടാകും. അങ്ങനെ ഇൻഡക്ഷൻ വഴി അവിടെ എന്ത് പറ്റും, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഒന്നല്ല, കുറേ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അതങ്ങനെ ഇരിക്കുമോ, ഇല്ല. കാരണം ബ്രഷ് എന്ന് പറയുന്നത് മെറ്റൽ ബ്രഷാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് എല്ലാം എന്ത് പറ്റും, ഈ സ്ഫിയറിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ആകാൻ തുടങ്ങും. സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള സർഫസ് ഇല്ലേ, ഉള്ളിലുള്ള സർഫസിൻ്റെ അകത്ത് ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ഉള്ളിലുള്ള സർഫസിൽ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും, അകത്ത് ഫുൾ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇവിടെയും സെയിം അതുപോലെ എന്ത് പറ്റും, എത്ര നെഗറ്റീവ് ചാർജ് ആ വലിയ സ്ഫിയറിൻ്റെ ഉള്ളിലുണ്ടായോ അത്രയും പോസിറ്റീവ് ചാർജ് ഇൻഡക്ഷൻ വഴി എവിടെ ഉണ്ടാകും, പുറത്തും ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് സെൻറ്റൻസിൽ വായിക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് പോസിറ്റീവ് ചാർജസ് അപ്പിയർ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ മെറ്റൽ സ്ഫിയർ എസ്. അപ്പോൾ ഈ മെറ്റൽ സ്ഫിയർ, പുറത്തെ മെറ്റൽ സ്ഫിയറിൽ എന്ത് പറ്റും, ഈ അകത്തുണ്ടായ നെഗറ്റീവ് ചാർജസ് കാരണം എന്താ, അത്രയും എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജസ് പുറത്ത് ഉണ്ടാവുന്നത് കാണാൻ സാധിക്കും. എത്രയുണ്ടായോ അത്രയും പോസിറ്റീവ് ചാർജസ് പുറത്തിങ്ങനെ ഉണ്ടാവും. ഓക്കെ, അകത്ത് മെറ്റൽ, അവിടെ ഒരു ബെൽറ്റൊക്കെ ഉണ്ട് എന്ന് മറക്കല്ല. ആ ബെൽറ്റിലാണ് എന്ത് നിൽക്കുന്നത്, ആ പോസിറ്റീവ് ചാർജസ് നിൽക്കുന്നത്. അപ്പോൾ എന്താ, എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നേ, ആ ബെൽറ്റിലുണ്ടായ പോസിറ്റീവ് ചാർജ് ആണോ, അല്ല. അത് കാരണം എവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടായി, നമ്മുടെ മെറ്റൽ ബ്രഷിലൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടായി. ആ നെഗറ്റീവ് ചാർജസ്, ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടായി. ആ നെഗറ്റീവ് ചാർജസ് ഇതിൻ്റെ ഉള്ളിൽ കുറേ നെഗറ്റീവ് ചാർജസ് ഉണ്ടാക്കി, നമ്മുടെ മെറ്റൽ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി. അത് കാരണം പോസിറ്റീവ് ചാർജസ് പുറത്തുണ്ടായി. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അത്ര തന്നെ പോസിറ്റീവ് ചാർജസ് ഇപ്പുറത്തുണ്ടാകും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷനാണ് ഈ വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആസ് ദ ബെൽറ്റ് ഈസ് മൂവിങ്, ബാക്കി വായിക്കാം. ആസ് ദ ബെൽറ്റ് ഈസ് മൂവിങ് കണ്ടിന്യൂസ്ലി ദ ചാർജ് O, the sphere, അല്ല കേട്ടോ, ഓഫാണേ, ചാർജ് ഓഫ് ദ സ്ഫിയർ എസ് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി. അപ്പോൾ എന്ത് പറ്റും, ഈ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ മൂവ് ഇരിക്കും തോറും കുറേ പോസിറ്റീവ് ചാർജ് ഇവിടെ വന്ന് ചേരും. അത് കാരണം ആ ബ്രഷിൽ നിറച്ചും നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ആ ഫിഗർ നോക്കണേ, നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ആ നെഗറ്റീവ് ചാർജസ് എല്ലാം അകത്ത് ആ മെറ്റൽ സ്ഫിയറിൻ്റെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് ഇവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും പുറത്ത്, സ്ഫിയറിൻ്റെ പുറത്ത്. അങ്ങനെ ഡെവലപ്പായി ഹൈ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും. മെറ്റൽ സ്ഫിയറിൻ്റെ പുറത്ത് എന്ത് പറ്റും, ഹൈ പൊട്ടൻഷ്യൽ അവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പറയുന്നത് എന്താണ്,
അങ്ങനെ ദ പൊട്ടൻഷ്യൽ ഓഫ് സ്ഫിയർ റൈസസ് ടു വെരി ഹൈ. അങ്ങനെ ആ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ വളരെ വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്പാർക്കിങ്ങും മറ്റുമൊക്കെ, അതായത് ഇപ്പോൾ to avoid sparking and leakage, the entire Van de Graaff generator is enclosed in a steel chamber filled with nitrogen in high pressure. അപ്പോൾ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഹൈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആയിക്കൊണ്ടേ ഇരുന്നാലുള്ള പ്രശ്നം എന്താണെന്നോ, നമ്മുടെ ഇവിടുത്തെ എയറിൻ്റെ കപ്പാസിറ്റി അങ്ങ് പോവും. അത് ലാസ്റ്റ് എന്ത് പറ്റും, അവിടെ സ്പാർക്ക് ഉണ്ടാവും. എയറിന് താങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും, എയറും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എയറും കണ്ടക്ട് ചെയ്ത് ഇവിടെ ഫുൾ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഒഴുകും. അതിനെക്കാട്ടിലും അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സ്പാർക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ അവർ ചെയ്യുന്നത്, ഈ ഫുൾ നമ്മുടെ ഈ വാൻ de Graaff ജനറേറ്ററിനെ ഒരു സ്റ്റീൽ ചേമ്പറിൽ അടച്ചു വയ്ക്കും. എന്നിട്ട് അതിനുള്ളിൽ നൈട്രജൻ ഗ്യാസ് ഫിൽ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിനൊന്നും പറ്റത്തില്ല, ഇലക്ട്രിക് ഡിസ്ചാർജ് ഒന്നും അല്ലെങ്കിൽ ലീക്കേജ് ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് തിയറി ഉണ്ട്. ഇത്രയാണ് കൺസ്ട്രക്ഷനും വർക്കിങ്ങും പ്രിൻസിപ്പിളും ഒക്കെയും എയിമും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ തിയറി പഠിക്കാം. ഇതിൻ്റെ തിയറി ഇതാണ്. ഞാൻ പറഞ്ഞു അകത്തൊരു മെറ്റൽ സ്ഫിയർ ഉണ്ടല്ലേ, അകത്ത് ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്. പിന്നെ അതിന് പുറമെ വേറൊരു സ്ഫിയർ ഉണ്ട്. ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ചാർജസ് ഫ്ലോ ചെയ്യുന്നു പറഞ്ഞായിരുന്നു. നമ്മുടെ വാൻ de Graaffൽ ഇതേപോലുള്ള വയറൊന്നും കണക്ട് ചെയ്തില്ല, അതിന് പകരം ബ്രഷ് ആയിരുന്നു കണക്ട് ചെയ്തത് അല്ലേ. അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടാനായിട്ട് എന്താ, ഇവിടെ ഒരു വയറാണ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ ഒഴുകി ഇവിടെ എത്തും. പക്ഷേ വാൻ de Graaff ജനറേറ്ററിൽ അങ്ങനെയല്ല. എന്താണ്, ഒരു ബ്രഷാണ് യൂസ് ചെയ്തത്. അകത്തൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുകയായിരുന്നു ഉണ്ടായത്. ഓർക്കുന്നല്ലോ, ഓർത്ത് വയ്ക്കണം, മാറിപ്പോവല്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അകത്തൊരു ഇന്നർ സ്ഫിയർ ഉണ്ട്, ഒരു ഔട്ടർ സ്ഫിയർ ഉണ്ട്. ഓക്കെ, അവിടെ സ്ഫിയറായിട്ട് ഇന്നർ സ്ഫിയറായിട്ട് ഏതായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, പുള്ളി P2 എന്ന് പറയുന്ന പുള്ളിയായിരുന്നു അവിടെ ഇന്നർ സ്ഫിയറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുത്തെ തിയറി അനുസരിച്ച് ഇങ്ങനെയാണ്, അകത്തൊരു ഇന്നർ സ്ഫിയർ ഉണ്ട്. ഓക്കെ, പുറത്തൊരു ഔട്ടർ സ്ഫിയർ ഉണ്ട്. ഇന്നർ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സ്മോൾ ആർ ആണ് ഇന്നർ സ്ഫിയറിൻ്റെ റേഡിയസ്, സ്മോൾ ആർ. ഔട്ടർ സ്ഫിയറിൻ്റെ റേഡിയസോ ക്യാപിറ്റൽ ആർ ആണെന്ന് പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ ആർ. അകത്തെ ആ കുഞ്ഞ് സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ, അകത്താണ് കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത്. ആ കുഞ്ഞ് സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് VR എന്ന് എഴുതാം. എന്തെഴുതാം, VR എന്ന് എഴുതാം. VR സ്മോൾ സ്ഫിയറിൻ്റെത്. ആ സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ഓഫ് എ സ്ഫിയർ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/4πε0 എന്താണ്, ε0 ഇവിടുത്തെ ചാർജ്, ആ കുഞ്ഞ് സ്ഫിയറിലുള്ള ചാർജ് സ്മോൾ ലെറ്റർ Q ആയിട്ട് എടുക്കാം. ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ആ വലിയ സ്ഫിയറിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാർജ് ക്യാപിറ്റൽ ലെറ്റർ Q ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്മോൾ സ്ഫിയർ അതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ സ്മോൾ സ്ഫിയറിനെ പറ്റി പറയുമ്പോൾ എന്താണ്, സ്മോൾ Q വേണം പറയാൻ. അപ്പോൾ 1/4πε0 Q/സ്മോൾ ആർ ആയിരിക്കും, ആണല്ലോ. Q/സ്മോൾ ആർ ആണ്. അടുത്തത് ഇനി വേണ്ടത് എന്താണ്, വലിയ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് അറിയേണ്ടത്. വലിയ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും, V∪R ആണ്. V∪R. V∪R എന്ന് പറയുന്നത് ഈക്വൽ ടു 1/4πε0 ക്യാപിറ്റൽ Q, അവിടെ നിറയുന്ന ക്യാപിറ്റൽ Q/R ആയിരിക്കും, ആണല്ലോ. ആണ്. നമുക്കറിയാം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണോ 0 ആകുന്നത് അതുവരെ ചാർജസ് ഫ്ലോ ചെയ്യും അല്ലേ. അതായത് ഈ V സ്മോൾ ആറും V∪Rഉം ഈക്വൽ ആവുന്നത് എപ്പോഴാണോ അതുവരെ ചാർജ് ഫ്ലോ ചെയ്യും, അത് കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യില്ല. ഞാൻ 4ഉം 2 ആ കണക്ക് വെച്ച് പറഞ്ഞായിരുന്നു. ആദ്യം ഇത് 4 ആയിരുന്നു എന്ന് വയ്ക്കുക, ഏത് സ്മോളർ സ്ഫിയറിൻ്റെത് 4 ആയിരുന്നു.
ലാർജ് സ്ഫിയറിൻ്റെ 0 ആയിരുന്നു, അത് പയ്യെ എന്താ ഇന്നർ സ്ഫിയറിലുള്ളത് എന്താ കുറഞ്ഞ് ഇന്നർ സ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്മോൾ സ്ഫിയർ, ഇന്നർ സ്ഫിയറിലുള്ളത് കുറഞ്ഞ് വന്ന് 2 ആവും. അതേസമയം ഔട്ടർ സ്ഫിയറിൽ എന്താ കിട്ടി 2 ആവും. രണ്ടും 2 ആകുമ്പോൾ എന്താ ചാർജ് പിന്നെ ഫ്ലോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടെ കണ്ടാൽ അതിൻ്റെ തിയറി പാർട്ടായി. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ആർക്കുള്ളതാണ്? ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ആരുടേതാണ്? ഇയാളുടേതാണ് അല്ലേ? സ്മോളർ സ്ഫിയറിനാണ് ആദ്യം കുറേ ചാർജസ് ഉള്ളത്, പിന്നെയാണ് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹയർ പൊട്ടൻഷ്യൽ കേസ് ആർക്കുള്ളതാണ്? ഇയാൾക്കുള്ളതാണ്, എന്ന് വെച്ചാൽ ചെറിയ സ്ഫിയറിന് ഉള്ളതാണ്. വലിയ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ വലുതിൽ നിന്നുമേ ചെറുത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വലുതിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യാം. ഇവിടുത്തെ വലുത് ഏതാണ്? ചെറിയ സ്ഫിയർ, അതായത് ഇന്നർ സ്ഫിയർ. അങ്ങനെ പറയുള്ളൂ, ചെറുതെന്ന് പറയേണ്ട, ഇന്നർ സ്ഫിയർ എന്നാണ് പറയാനായിട്ട്. അപ്പോൾ ഇന്നർ സ്ഫിയർ മൈനസ് ഔട്ടർ സ്ഫിയർ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഒന്നുമില്ല, വി സ്മോൾ ആർ മൈനസ് വി ക്യാപിറ്റൽ ആർ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വി സ്മോൾ ആർ മൈനസ് വി ക്യാപിറ്റൽ ആർ. അപ്പോൾ അത് നമുക്ക് നോക്കാം. 1/4πε0 Q/r മൈനസ് 1/4πε0 ക്യാപിറ്റൽ Q/r. അപ്പോൾ ഇതിൽ നമുക്ക് 1/4πε0 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് പറ്റും? 1/4πε0 1/4πε0. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇടുക, അതായത് Q/rഉം ക്യാപിറ്റൽ Q/rഉം അവിടെ കിടക്കും. Q/r മൈനസ് ക്യാപിറ്റൽ Q/r ബ്രാക്കറ്റിനുള്ളിൽ കിടക്കും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതുവരെ തുടരും? ആ പൊട്ടൻഷ്യൽ രണ്ടുപേരും ഈക്വൽ ആകുന്നവരെ തുടരും. അതായത് സ്മോൾ ക്യൂവും, അതായത് അകത്തുള്ള സ്ഫിയറിൻ്റെ സ്മോൾ ക്യൂവും പിന്നെ പുറത്തുള്ള സ്ഫിയർ ക്യൂ ക്യാപിറ്റൽ ക്യൂവും ഈക്വൽ ആകുന്നവരെ ആയിരിക്കും. ക്യൂവും ക്യാപിറ്റൽ ക്യൂവും ഈക്വൽ ആവുന്നവരെയാണ് എപ്പോഴും ചാർജസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂവും ഈക്വൽ ആവുന്നവരെ ഫ്ലോ ചെയ്യും. അപ്പോൾ ക്യൂവും ക്യാപിറ്റൽ ക്യൂവും ഈക്വൽ ആയാൽ എന്ത് പറ്റും? നമുക്ക് എഴുതാം, ക്യൂവിന് പകരം എന്തെഴുതാം? സ്മോൾ ക്യൂ എന്ന് എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ ക്യൂവിന് പകരം സ്മോൾ ലെറ്റർ ക്യൂ എന്ന് എഴുതാം. കാരണം എന്താ? അകത്തെ സ്ഫിയറിൽ നിന്നുമാണ് പുറത്തെ സ്ഫിയറിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അകത്തെ സ്ഫിയറിൻ്റെത് എന്താണ്? സ്മോൾ ലെറ്റർ ക്യൂ ആണ്. അകത്തെ സ്ഫിയറിലത് സ്മോൾ ലെറ്റർ ക്യൂ ആണ്. ആ ക്യൂവിന് ആ പുറത്തുള്ള നമ്മുടെ വലിയ സ്ഫിയറിൻ്റെ ചാർജും ഈക്വൽ ആകുമ്പോൾ എന്ത് പറ്റും? ചാർജ് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പാണ്. അപ്പോൾ ഈ ക്യൂവും ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ്, അതാണ് നമ്മുടെ വാൻ ഡെ ഗ്രാഫിൻ്റെ കണ്ടീഷൻ. അത് ഈക്വൽ ആവുന്നവരെ ഫ്ലോ ചെയ്യും, അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കും. ആ പൊട്ടൻഷ്യൽ അവിടെ തന്നെ ഹൈ പൊട്ടൻഷ്യലായിട്ട് നിൽക്കും. അപ്പോൾ ഈ ക്യൂവും ഈക്വൽ ആവും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 ഇതതുപോലെ എടുത്തെഴുതി. ഈ ക്യൂവും ഈക്വൽ ആകും. ഏത് ക്യൂ ആവും? സ്മോൾ ലെറ്റർ ക്യൂ ആവും. അപ്പോൾ എന്താ? അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെഴുതാം. കോമൺ ആയിട്ട് പുറത്തെഴുതാമല്ലോ. കോമൺ ആയിട്ട് സ്മോൾ ലെറ്റർ ക്യൂവിനെ പുറത്തെഴുതാം. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇടുക. 1/r മൈനസ് 1/ക്യാപിറ്റൽ r ആകും. ഇതാണ് നമ്മുടെ തിയറി പാർട്ട് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ഇത് തന്നെയാണ്, സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് തിയറി പാർട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ എയിം പറഞ്ഞു, പ്രിൻസിപ്പിൾ പറഞ്ഞു, കൺസ്ട്രക്ഷൻ പറഞ്ഞു, വർക്കിംഗ് തിയറി. ഇത്രയും പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ കേൾക്കുമ്പം കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷേ പാടൊന്നുമില്ല. ഇത് മിക്കവാറും എസ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് മിക്ക എക്സാമിനും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.